നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തഴുതാമയാണ്. തഴുതാമയെ നമ്മൾ സംസ്കൃതത്തിൽ പുനർനവ എന്ന് പറയും. പുനർനവ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്താണോ കേടുവന്ന് നിൽക്കുന്നത് അതിനെ പുനഃസൃഷ്ടിക്കാൻ കഴിവുള്ള സംഭവം എന്നുള്ള രീതിയിലാണ് പുനർനവ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മളുടെ വിശേഷപ്പെട്ട ഔഷധക്കഞ്ഞിയിൽ ചേർക്കുന്ന ഒരു ഘടകം ഈ പുനർനവയാണ്. ഇത് നമ്മൾ പറിച്ചു കൊണ്ടുപോയി ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് ചാറെടുത്ത് ആ ചാറിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കഞ്ഞി വെച്ച് ഇറക്കി വെച്ചതിന് ശേഷമാണ് അതിനകത്ത് മിക്സ് ചെയ്യുക. ഇന്നലെ കുറുന്തോട്ടി ചെയ്ത്, പക്ഷെ അങ്ങനെയല്ല. കുറുന്തോട്ടി കഷായം വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. കാരണം ഇത് ഈ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഇതിന് ഗുണമുള്ളൂ. കാരണം ഇതിൻ്റെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഘടകങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി പച്ചയ്ക്ക് തന്നെ ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ കഞ്ഞി ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രമാണ് തഴുതാമ നീര് തേങ്ങയും കൂടിയിട്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ ഇതിനകത്ത് അരച്ചിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനെ നമ്മുടെ തഴുതാമ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ തഴുതാമ ജ്യൂസ് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക. നല്ല പച്ച കളറിൽ ജ്യൂസ് കാണാം അല്ലേ. അതിനകത്ത് ഈ തേങ്ങയും കൂടി അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് അരച്ചെടുക്കാൻ പറയുന്നത് നമ്മൾ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് കഞ്ഞി വെച്ച് ഇറക്കിയതിന് ശേഷം അതിനകത്ത് ചെറു ചൂടിൽ ഇത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പുനർനവ എന്നുള്ളതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. തഴുതാമ എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഇതിനി വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല മലയാളത്തിൽ. ഇത് നമ്മൾ സാധാരണ തോരനൊക്കെ വെച്ച് കഴിച്ചിരുന്നതാണ് പണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും. ഏതായാലും ഇതാണത്. ഇനി ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ഒഴിച്ചോ. നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഈ തഴുതാമ ചേർത്ത് അഥവാ പുനർനവ ചേർത്ത് എങ്ങനെയാണ് ഔഷധസസ്യം അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് അറിയേണ്ടത് അതിൻ്റെ ഗുണങ്ങളാണ്. ഈ പുനർനവ അഥവാ തഴുതാമ എന്ന് പറയുന്നത് നമ്മളുടെ പ്രായമാവും തോറും നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിനുണ്ടാവുന്ന ഡീക്കേഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ നാശം, അതിനെ ഉത്തേജിപ്പിച്ച് തിരിച്ച് അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കഴിവ് ഇതിനുണ്ട്. പ്രത്യേകിച്ച് കിഡ്നി, കരൾ, ഹൃദയം എന്ന് പറയുന്ന അവയവങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ്, ഈ പുനർനവ അഥവാ തഴുതാമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് ശമിക്കാൻ, മൂത്രം പോകുന്നത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മൂത്രം ഒഴിഞ്ഞു പോകാനും ഇത് വളരെയധികം കൈക്കൊണ്ട ഔഷധമാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ധാരാളമായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ തോരനായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും അതല്ലെങ്കിൽ മറ്റ് രീതിയിൽ ഇതിനെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് നമ്മൾ കഴിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ആളുകൾക്ക് അറിയുന്നത് വളരെ കുറവാണ്. ഏതായാലും ഇനി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധത്തെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതാണ് ഇന്നത്തെ കഞ്ഞിയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നലെ ഉപയോഗിച്ചത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിയെ നമ്മൾ കഷായം വെച്ചാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ തഴുതാമയെ പച്ചയ്ക്ക് തന്നെ അരച്ച് നീരെടുത്ത് അതിൽ തേങ്ങാപ്പാലും ചേർത്ത് അല്ലെങ്കിൽ തേങ്ങ അതിനകത്ത് ചേർത്ത് അരച്ചെടുത്തതാണ് ഇന്ന് കഞ്ഞിയിൽ ഒഴിച്ചിരിക്കുന്നത്. കഞ്ഞി ടേസ്റ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഓരോ ആളുകളിലും ഇതിന് ഓരോ ഗുണങ്ങളാണ്. കാരണം ഓരോ ആളുകളിലും പ്രത്യേകം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള ഗുണങ്ങളാണ്
നൽകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നാളെ ഇനി മറ്റൊരു ഔഷധ സസ്യമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.